3.5 സെന്റിനകത്തായിട്ട് മാക്സിമം സ്ഥലത്തെ വിനിയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ. നമ്മൾ ഇവിടെ വന്ന് നടന്ന് കയറുകയാണ്, പടി കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് പതിയെ തെളിഞ്ഞു തുടങ്ങും. ഇവിടേക്ക് വരുമ്പോൾ ഫ്ലോറിംഗിന്റെ ഡിസൈനിലൊക്കെ മാറ്റം നമുക്ക് പ്രകടമാണ്. ഗ്രീൻ ആൻഡ് വൈറ്റ് കോംബോയിലാണ് ആ ഒരു കിച്ചൺ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ആദ്യം ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ച ഒരു സ്റ്റിക്കർ വർക്കാണ് എന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ ഇതൊരു 3D പെയിന്റ് വർക്കാണ്. ആകാശത്തേക്ക് നോക്കുന്ന മാതിരി അവിടെ ഒരു സ്ട്രൈപ്പ് പെയിന്റ് വർക്ക്, ഒരു ബ്ലൂവും വൈറ്റും ഒക്കെ ചേർന്ന ഒരു ആകാശത്തിന്റെ ഡിസൈൻ അതിനകത്ത് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. സെർവ് ഏരിയയിൽ അതിന് താഴത്തായിട്ട് നല്ലൊരു അക്വേറിയം ഒരുക്കിയിരിക്കുന്നു. നോക്കി ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരിക. നേരെ കയറി വരുന്നത് നമ്മുടെ ഫോമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്. ആ ടെക്സ്ചർ വർക്കിനകത്ത് ഗിൽറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്ന ടെക്സ്ചർ വർക്കാണ്. ഈ ഒരു ഫേസ് ചെയ്തിരിക്കുന്നത് നോർത്ത് ഡയറക്ഷനിലേക്കാണ്. നമ്മുടെ കേരളത്തിന്റെ മാപ്പ് എടുത്തു വെച്ചിട്ട് അങ്ങ് തല മുതൽ വാലറ്റം വരെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെയാണ് ഇപ്പോൾ NH66ന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണികൾ എന്ന് പറഞ്ഞാൽ വളരെ ദ്രുതഗതിയിലാണ് ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ NH66ന്റെ പിതാവാകാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരും നമ്മുടെ സംസ്ഥാന സർക്കാരും ഒരേപോലെ മുറകളെ കൂട്ടിവന്നുണ്ട്. ആരാണ് യഥാർത്ഥ പിതാമഹൻ എന്നുള്ള കാര്യം അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയാം. കാര്യം എന്തൊക്കെ ഇരുന്നാലും അങ്ങനെ അടിപിടിയിലും കടിപിടികളും ഒക്കെ നടന്നാലും നമ്മൾക്ക് എന്തായാലും സംഗതി നല്ലത് തന്നെയാണ്. ഈ ഒരു ഹൈവേ വരുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനായിട്ട് സംഗതി സൂപ്പറാകും, സുഖമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഈ ഹൈവേയുടെ ഓരത്തായിട്ട് ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വളർന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഹൈവേയുടെ ഓരത്തുള്ള വസ്തുക്കളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഡീലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ഹൈവേ വരുന്നതോടുകൂടി സ്ഥലമെല്ലാം വികസിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതോടൊത്ത് കമന്റിൽ പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരത്ത് നല്ലൊരു ഡീൽ, അതായത് NH66ന്റെ അടുത്തായിട്ട് വെറും 380 മീറ്റർ മാത്രം അകലത്തിലായിട്ടുള്ള ഒരു ഡീലാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ഡീലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, അല്ലെങ്കിൽ തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തിയേക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കേണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. നമ്മളിപ്പോൾ ഉള്ളത് വരാപ്പുഴയാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ വരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഈ കാണുന്ന വീടുള്ളത്. 3.5 സെന്റിനകത്തായിട്ട് 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള 3 ബെഡ്റൂമുള്ള വീടിനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ദൂരം, ഏറ്റവും വലിയ ഹൈലൈറ്റ് വരാപ്പുഴയിലേക്കുള്ള ദൂരം വെറും 380 മീറ്റർ മാത്രമാണ്. അതായത് നമ്മുടെ ഹൈവേയിലേക്കുള്ള ദൂരത്തിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. അതേപോലെ തന്നെ ഇടപ്പള്ളിയിലേക്ക് ഏകദേശം നോക്കി കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റിന്റെ ഡ്രൈവ് മാത്രമാണ് ഇടപ്പള്ളിയിലേക്കൊക്കെ ഉണ്ടാകുക. ഇനിയിപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല. ഈ ഹൈവേയുടെ പണികളൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇടപ്പള്ളിയിലേക്ക്, അതായത് എറണാകുളം ടൗണിനുള്ളിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ആലുവയ്ക്കും അതേപോലെ തന്നെ നോർത്ത് പറവൂരിലേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റും ഈ ഒരു ഹൈവേ വരുന്നതോടുകൂടി. അപ്പോൾ ഇവിടെയായിട്ടാണ് ഈ ഒരു സ്ഥലമുള്ളത്, അല്ലെ ഈ ഒരു വീടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ള വഴി നമുക്ക് നോക്കാം. ഇതാണ് വഴി വരുന്നത്. ഇന്റർലോക്ക് ബ്രിക്സിന്റെ വഴിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിന്റെ ഇവിടെ ആയിട്ട് തൊട്ടടുത്ത് തന്നെ പുതിയ വീടുകളും മറ്റുമൊക്കെ ഉണ്ട് തൊട്ടടുത്ത്, അതിനോട് ഈ ഒരു വീടിനോട് ചേർന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെയായിട്ടാണ് ഈ ഒരു വീടുള്ളത്. നമുക്ക് ആദ്യം ഈ ഒരു വീടിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം മതിലിന്റെ കാര്യം നമുക്ക് നോക്കാം. മതിലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അടിച്ചൊരു ടെക്സ്ചർ വർക്ക് മതിലിൽ കൊടുത്തേക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഗ്രേ ഡിസൈൻ വർക്ക് ഇവിടെ മതിലിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. കോൺവെക്സ് ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ടെക്സ്ചർ വൈറ്റ് ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെയായിട്ട് ഗേറ്റിന്റെ സ്ഥലം ജിയുടെ സ്ക്വയർ ട്യൂബും MS ഷീറ്റും വെച്ചിട്ടാണ് ഈ ഒരു ഗേറ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റിന്റെ മുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൂണിന് മുകളിലായിട്ട് പുരാതന കാലത്തെ കൽവിളക്കുകളെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡിസൈനുള്ള ലൈറ്റുകളെയാണ് ഈ ഒരു ഗേറ്റിന്റെ മുകളിലുള്ള ഈ ഒരു ലൈറ്റുകളായിട്ട് കൊടുത്തിരിക്കുന്ന LED ലൈറ്റുകളാണ്. അപ്പോൾ ഈ ഒരു ഗേറ്റിന്റെ ഈ ഒരു ഭാഗം ഈ ഒരു വശത്തേക്ക് തുറന്നുകൊണ്ട് ബാക്കി ഭാഗം നമുക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന തരത്തിലായിട്ടാണ് ഈ ഒരു ഗേറ്റിനെ ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഒരു വീടിന്റെ ഡിസൈനിലേക്ക് നോക്കാം. ആ ഒരു ഫ്രണ്ട് എലിവേഷൻ, ആ ഒരു ഫ്രണ്ട് ലുക്കിലേക്ക് നോക്കാം. പക്ക ഒരു ബോക്സി ഡിസൈനിലായിട്ടാണ് ഈ ഒരു വീടിനെ കൊടുത്തിരിക്കുന്നത്. 3.5 സെന്റിനകത്തായിട്ട് മാക്സിമം സ്ഥലത്തെ വിനിയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഡിസൈനിലേക്ക് നോക്കിയാൽ ആ ഒരു ബോക്സി ഡിസൈനിൽ ആ ഒരു L ഷേപ്പിനെ തിരിച്ചു വെച്ചിരിക്കുന്ന തരത്തിലുള്ള ഡിസൈനകത്തൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. ധാരാളം LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നതാണ്. ഏറ്റവും മുകളിലെ പാരപ്പറ്റിന്റെ മുകളിലായിട്ട് നമുക്ക് നോക്കിയാൽ നല്ലൊരു ഗ്രേ ഡിസൈനിലുള്ള ടെക്സ്ചർ വർക്കും മറ്റുമൊക്കെ ഏറ്റവും മുകളിലായിട്ട് കാണാൻ പറ്റും. നല്ല ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. അതേപോലെ തന്നെ സൺഷെയ്ഡിന്റെ മുകളിലൂടെ ഒരു ലൈനായിട്ട് പോയിരിക്കുന്ന ഗ്രേ ഒരു പെയിന്റ് വർക്കും കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതേപോലെ 2 LED ലൈറ്റുകളൊക്കെ ധാരാളം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വീടിന്റെ ഡിസൈനിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് കടപ്പക്കല്ലുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇടഭാഗങ്ങളിലായിട്ടെല്ലാം ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ പുല്ലുകളും വിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് അല്ല, പകരം നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. വലിയ വാഹനം പാർക്ക് ചെയ്യാം.
അപ്പോൾ കവേർഡ് ആക്കിയിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ കവേർഡ് ആക്കിയെടുക്കാം. പോളികാർബണേറ്റ് ഷീറ്റും സ്ക്വയർ ട്യൂബ് ഒക്കെ വെച്ച് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇപ്പോൾ കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ചെറിയൊരു പൂന്തോട്ടവും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗാർഡനും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നല്ലൊരു ടെക്സ്ചർ വർക്കിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തേക്ക് വന്ന് വീടും ചുറ്റുമുമായിട്ട് ഏകദേശം ഇത്രത്തോളം ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വരെയാണ് ആ ഒരു കടപ്പ കല്ലുകളുടെ സ്ഥാനം, ബാക്കി അങ്ങോട്ടേക്ക് ചെറിയ ബേബി മെറ്റലുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെയായിട്ടാണ് മീറ്റർ ബോക്സിന്റെ സ്ഥാനം വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞാൽ KW വാട്ടർ കണക്ഷൻ ഇവിടെയുണ്ട്. ഏകദേശം 1500 ലിറ്ററിന്റെ ഒരു വാട്ടർ ടാങ്ക് ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. 1000 ലിറ്ററിന്റെ ഒരു വാട്ടർ ടാങ്ക് ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബോർവെൽ കണക്ഷനും ഈ വീട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് വെള്ളത്തിന്റെ മെയിൻ ആയിട്ടുള്ള സ്രോതസ്സും. ഈ വീട് ഫേസ് ചെയ്തിരിക്കുന്നത് നോർത്ത് ഡയറക്ഷനിലേക്കാണ് കേട്ടോ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വീടും ചുറ്റുമതിലുമായിട്ടും അത്യാവശ്യം നല്ല ഒരു ഗ്യാപ്പ് ഭാഗം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ചെറിയ മെറ്റലുകൾ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത് ഒരാൾക്ക് സുഖമായിട്ട് ഞെരുങ്ങാതെ ഇടുങ്ങാതെ സുഖമായിട്ട് നടന്നു പോകാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തും കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് തീർച്ചയായിട്ടും 3.5 സെന്റിൽ വീട് വെക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് നമുക്ക് വരുന്നത്. വീടിന് ചുറ്റൂടെ സുഖപ്രദമായിട്ട് നടക്കാൻ പറ്റുക എന്നുള്ളത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഈ ഒരു വീട് വിജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. ഇതാണ് സിറ്റ് ഔട്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് സിറ്റ് ഔട്ട് ആണ് കേട്ടോ. 1-2 കസേരകൾ സിറ്റ് ഔട്ടിൽ ഇടാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നു. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിങ്ങിനകത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വീടിന്റെ ഏറ്റവും മുകളിലെ പാരപ്പറ്റിൽ നമ്മൾ കണ്ടിരുന്ന ഒരു ടെക്സ്ചർ വർക്ക്, ആ ടെക്സ്ചർ വർക്ക് തന്നെ ഇവിടെ തൂണിനും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് റെഡിന്റെ എലമെന്റ്സുകൾ കൊടുത്തേക്കുന്നതാണ്. റെഡ്, ബ്ലാക്ക്, ഗ്രേ ആ ഒരു കളർ കോമ്പിനേഷനാണ് ആ ഒരു തൂണുകളെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭിത്തിയിലും ഇവിടെയും ആ ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കും. സിറ്റ് ഔട്ടിന്റെ ഉള്ളിലായിട്ടും ആ ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു സിറ്റ് ഔട്ടിന്റെ ഉള്ളിൽ ഇവിടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഒരു ചെറിയൊരു സീലിംഗ് വർക്ക് ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരു 4 ലീഫിന്റെ ഒരു ക്യൂട്ട് ഫാനും അവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇവിടുത്തെ തടികളുടെ കാര്യം പറഞ്ഞാൽ ആഞ്ഞിലി, മഹാഗണി, പൂപ്പരത്തി തുടങ്ങിയ മരങ്ങളാണ് ഇവിടെ തടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഡോറിലേക്ക് നമുക്ക് നോക്കിയാൽ ഗ്ലാസിന്റെ കുറച്ച് പോർഷൻസ്, 4ഓളം പോർഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആ ഒരു സ്ട്രിപ്പുകളുടെ ഉപയോഗം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ മെയിൻ ഡോർ തുറന്നുകൊണ്ട് നമുക്ക് നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നേരെ കയറി വരുന്നത് നമ്മുടെ ഫോമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്. വളരെ മനോഹരമായ രീതിയിൽ നല്ല ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു വീടിന്റെ ഈ ഒരു ലിവിംഗ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഈ ലിവിംഗ് ഏരിയ. നോക്കിക്കേ, നല്ല സ്ഥല സൗകര്യമുണ്ട് ഈ ഒരു ലിവിംഗ് ഏരിയക്ക്. അപ്പോൾ ഇവിടെയായിട്ട് TV യൂണിറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. അപ്പോൾ MDF വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇൻഡോർ പ്ലാന്റുകൾക്ക് പകരം ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ചെടികളൊക്കെ വെച്ച് ഇവർ ഈ ഒരു ഭാഗത്തെ അലങ്കരിച്ചിരിക്കുന്നു. TVക്ക് പകരം അതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ വലിയൊരു TV വെക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. താഴത്തായിട്ട് TVയുടെ മറ്റു ഉപകരണങ്ങളൊക്കെ വെക്കാൻ പാകത്തിലുള്ള സ്പേസ് നമുക്ക് ഗ്ലാസ് ഡോറുകളൊക്കെ വെച്ചിട്ടായിട്ട് ഇവർ ചെയ്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും നല്ല സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇതിനൊരു ബാക്ക് ഡ്രോപ്പ് ആയിട്ട് LED ലൈറ്റും കൊടുത്തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ടെക്സ്ചർ വർക്കിനകത്ത് ഗിൽറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്ന ടെക്സ്ചർ വർക്കാണ്. നല്ല രസമുള്ള ടെക്സ്ചർ വർക്കാണ്. ആ മുകളിൽ നിന്ന് പ്രകാശമൊക്കെ വരുമ്പോൾ അത് ഇങ്ങനെ പ്രതിബിംബം ഉണ്ടാവുന്നത് അല്ലെ പ്രതിജ്വലിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ 3 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ജനൽ പടികളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പുകളാണ് പടികളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ബ്ലൈൻഡ്സിനെ ഇവർ കൊടുത്തിട്ടുണ്ട്. എല്ലാ ജനാലകൾക്കും ബ്ലൈൻഡ്സും കർട്ടൻസും ഒക്കെ ഈ ഒരു വീടിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാലയുണ്ട്. ഇതിനു വേണ്ട മുൻവശത്തേക്ക് തുറക്കാവുന്ന ജനാലയാണ് ഈ ജനാല. നമ്മുടെ കാറൊക്കെ ഇടാമെന്ന് പറഞ്ഞ സ്പേസിലെ ആ ഒരു സ്പേസിലേക്ക് തുറക്കാവുന്ന ജനാലയാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഏകദേശം 4-5-6 ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിലുള്ള വലിയ സെറ്റ് ഇടാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സ്പേസ് ഈ ഒരു ഭാഗത്ത് അല്ലെ ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് കിട്ടണം. ഇനി വയറിങ്ങിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പോളിക്യാബിന്റെ വയേഴ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ LEസിന്റെ സ്വിച്ചുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് DBയുടെ സ്ഥാനം വരുന്നത്. സിംഗിൾ ഫേസ് കണക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോളിക്യാബിന് തന്നെയാണ് ELCB മറ്റുമൊക്കെ ഇവിടെ ഉപയോഗിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഇനി ഫ്ലോറിങ്ങിന്റെ ടൈലുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ബീജ് നിറത്തെ ഇണക്കി ചേർത്തിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് അല്ലെ. അത് വെച്ചിട്ടുള്ള വെട്രിഫൈഡ് ടൈലുകളെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലോസി ഫിനിഷ് വരുന്ന ടൈലുകൾ. ഇനി നേരെ മുകളിലേക്ക് നോക്കിയേ, സീലിംഗിലേക്ക് നോക്കിയേ, കൊള്ളാം അല്ലെ. നല്ലൊരു ഡിസൈൻ, വെറൈറ്റി ഡിസൈൻ. അധികം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നല്ലൊരു ഡിസൈനെ കൊടുത്തിരിക്കുന്നു. വീഗാന്റെ ഒരു 3 ലീഫിന്റെ സീലിംഗ് ഫാൻ കൊടുത്തിരിക്കുന്നു. സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ വെച്ച് വാൻ കളർ ടോണിൽ തന്നെയാണ് മൊത്തത്തെയും ഒന്ന് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇനി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ ഏരിയ നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്ത് ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരിക. ഏകദേശം 4-5-6 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നു. ഇവിടെ സ്റ്റെയറിന്റെ അടിയിലായിട്ട് നമുക്ക് ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളും ഒക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം
MDF-ലാണ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ ഒരു 3 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിരിക്കുന്നു. അവിടെയും ബ്ലൈൻഡ്സ് ഉപയോഗിച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷ് ബേസിനെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാഷ് ഏരിയ നോക്കി, ഈ ഒരു ടോപ്പ് നാനോ വൈറ്റ് ആണ്. ഇവിടെ സെറയുടെ ബേസൺ കൊടുത്തിരിക്കുന്നു. മുകളിലായിട്ട് ഇവിടെ ഇതൊരു സ്റ്റിക്കറിംഗ് വർക്ക് ആണല്ലോ. ഈ പോയിരിക്കുന്ന ഒരു ഗ്രേ ഡിസൈനിലെ ഒരു സ്റ്റിക്കറിംഗ് വർക്ക് ആണ്. നല്ല വലിയൊരു റൗണ്ട് മിററും ഒക്കെ കൊടുത്തിരിക്കുന്നു. മിറർ ഓൾറെഡി ലൈറ്റ് ഉള്ളതാണ് എങ്കിലും അഡീഷണൽ ലൈറ്റിനെ ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. വളരെ ഭംഗിയായിട്ട് വളരെ ക്യൂട്ടസ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡിസൈൻ, ഈ ഒരു വാഷ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴ്വശത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ഓപ്പൺ കിച്ചൺ ഈ ഒരു ഭാഗത്തായിട്ട് വരികയാണ്. അതിന്റെ ഈ ഒരു സെർവ് ഏരിയയിൽ അതിന് താഴത്തായിട്ട് നല്ലൊരു അക്വേറിയം ഒരുക്കിയിരിക്കുന്നു. ഓക്കെ, അടുത്ത് കണ്ടാൽ നമുക്ക് നല്ല രസമുണ്ട്. അതിനകത്ത് ഒരുപാട് മീനുകളൊക്കെ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഒട്ടും വൃത്തികേടില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ പരിപാലിച്ചു പോകുന്നത് തന്നെയാണ്. ഇനി ഇവിടെയും ഫ്ലോറിങ്ങിന്റെ ടൈലുകൾക്ക് മാറ്റമൊന്നുമില്ല, സെയിം കളർ ടൈലുകൾ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി സീലിംഗിലേക്ക് നോക്കിയും ഈ ഒരു ഡൈനിങ് ഏരിയയിലെ സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കുന്ന മാതിരി അവിടെ ഒരു സ്പ്രേ പെയിന്റ് വർക്ക്, ഒരു ബ്ലൂവും വൈറ്റും ഒക്കെ ചേർന്ന ഒരു ആകാശത്തിന്റെ ഡിസൈൻ അതിനകത്ത് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അവിടെയും ആ ഒരു വി ഗാർഡിന്റെ ഫാൻ ഉപയോഗിച്ചേക്കുന്ന ഒരു സീലിംഗ് ഫാൻ ഉപയോഗിച്ചേക്കുന്നത് കാണാം. ഇനി വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ട്. ഇവിടെ ഒരു നല്ലൊരു പെയിന്റിംഗ് വർക്ക്. ആദ്യം ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ച ഒരു സ്റ്റിക്കർ വർക്ക് ആണ് എന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ ഇതൊരു 3D പെയിന്റ് വർക്കാണ്. അപ്പൊ നല്ല രീതിയിൽ പെയിന്റിങ് ചെയ്തേക്കാണ്. നോക്കി, ഒരു ചിത്രശലഭം പൂക്കളിൽ വന്നിരുന്ന് തേൻ നുകരുന്ന മനോഹരമായ ഒരു ചില്ല ഇങ്ങനെ വന്ന് ഇറങ്ങി നിൽക്കുന്നു. അല്ലെ, നല്ല രസമുണ്ടല്ലേ ആ ഒരു സ്റ്റെയറിന്റെ ഡിസൈൻ അനുസരിച്ച്. എന്തായാലും സംഗതി നല്ല ഭംഗിയായിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ അതിനെ ചെയ്തെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നേരെ അടുക്കളയുടെ ഉള്ളിലേക്ക് കയറാം. അടുക്കളയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഫ്ലോറിങ്ങിന്റെ ഡിസൈനിലൊക്കെ മാറ്റം നമുക്ക് പ്രകടമാണ്. ഇതൊരു വുഡൻ ഫ്ലോറിംഗ് തരത്തിലുള്ള ആ ഒരു ടൈൽ, ഒരു ഇച്ചിരി മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് നോക്കിയേ, കിച്ചൺ ടോപ്പിലേക്ക് നോക്കിയേ, എൽ ഷേപ്പിലെ ടോപ്പ് നാനോ വൈറ്റിലാണ് ചെയ്തേക്കുന്നത്. ഗ്രീൻ ആൻഡ് വൈറ്റ് കോംബോയിലാണ് ആ ഒരു കിച്ചൺ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ, അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ആ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ. പ്രൊഫൈൽ ഹാൻഡിലുകൾ ഈ ഒരു കബോർഡിന്റെ ഈ ഒരു ഡോറുകൾക്കൊക്കെ നൽകിയിരിക്കുന്നു. ഇതെല്ലാം മൾട്ടിവുഡ് ആണ് ഉപയോഗിച്ചത്. വെള്ളം വീഴുന്ന ഭാഗം എല്ലാം മൾട്ടിവുഡ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലാക്ക് നിറത്തിലുള്ള ടൈലുകളാണ് ഈ ഒരു വശത്തായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് സിങ്കിന്റെ സ്ഥാനം നമുക്ക് കാണാം. ലെക്സസിന്റെയാണ് ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 2 പാളികളുടെ ജനാല, ഇവിടെ ആവശ്യത്തിന് സ്വിച്ച് പോയിന്റുകൾ നൽകിയിരിക്കുന്നു. നമുക്ക് കാണാം മിക്സർ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനായിട്ട്. ഇവിടെയും 3 പാളികളുടെ ജനാല, ഇവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഡ്രോകളായിട്ടും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയും ആവശ്യത്തിന് സ്വിച്ച് പോയിന്റുകൾ നമുക്ക് നൽകിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട്. ഇനി ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. ഫ്രിഡ്ജ് ഇവിടെ വെക്കുകയാണെങ്കിൽ അടുക്കളയ്ക്കുള്ളിലൂടെ നടക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റെയറിന്റെ കീഴായിട്ട് ഇവിടെ സ്പേസ് നമുക്ക് ആവശ്യത്തിനുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഈ ഫ്ലോറിങ്ങിലെ പോലെ തന്നെ അടുക്കളയ്ക്കുള്ളിലും സീലിംഗ് വർക്കും ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയും ആ ഒരു വുഡിന്റെ ഡിസൈൻ വരുന്ന തരത്തിലുള്ള ഒരു സീലിംഗ് വർക്കിനെയും കൊടുത്തിരിക്കുന്നതാണ് പറ്റും. നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡിസൈൻ വർക്കുകൾ ചെയ്തിരിക്കുന്നു. നല്ലൊരു ഫാൻ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു സെർവ് ഏരിയയുടെ മുകളിലായിട്ട് ഇവിടെ നല്ല 2 ഹാങ്ങിങ് ലൈറ്റുകളെയും അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഹാങ്ങിങ് ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഇലക്ട്രിക് ചിമ്മിനിയുടെ എക്സോസ്റ്റ് പോകുന്ന നോക്കിയേ, അത് നേരെ ആ പോകുന്ന ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ആണ് ആ ഒരു ഭാഗത്തെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് പോളിക്കാവിന്റെ ഒരു എക്സോസ്റ്റ് ഫാൻ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡോർ തുറന്നുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നേരെ വരുന്നത് നമ്മളുടെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇവിടെ തറ കെട്ടിയിട്ടുണ്ട്. ഈ വർക്ക് ഏരിയ അവർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് തരും. അതായത് നമ്മൾ പറയാൻ പോകുന്ന വിലയിൽ ഈ വീട് ഈ ഒരു വർക്ക് ഏരിയ ഒക്കെ ചെയ്തിട്ടായിരിക്കും അവർ നമുക്ക് തരിക. ഇവിടേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മുറ്റം സ്പേസ് ആണ്, അടുക്കള മുറ്റത്തിനുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ ചെറിയ മുറ്റമാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ്. ആ ഒരു മീറ്റർ ബോക്സ് ഇരിക്കുന്ന ഭാഗത്തുകൂടി നമ്മൾ ഇവിടേക്ക് വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെയായിട്ട് ഈ ഒരു സ്പേസ് ആണ് നമുക്കുള്ളത്. ഈ സ്പേസിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുള്ള സ്പേസ് എന്തായാലും അവിടെ ആയിട്ട് കിട്ടുന്നത്. വാട്ടർ ടാങ്കിന്റെ സ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടും നമുക്ക് ഈ ഒരു ഭാഗത്തേക്കും സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടം വരെ ആയിരിക്കും നമ്മളുടെ വർക്ക് ഏരിയ വന്ന് എത്തി നിൽക്കുക, ഈ ഒരു ഭാഗം വരെയും. ഇതുവഴി നമ്മൾ നേരത്തെ കണ്ടതാണ്. വീടിന്റെ മുൻഭാഗത്ത് നമ്മൾ കണ്ട സ്പേസ് ആണ് ഈ ഒരു ഭാഗം. അവിടെ എല്ലാം മെറ്റലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഈ വീടിന്റെ ബെഡ്റൂമുകളെ കുറിച്ചാണ്. അല്ലെ, ബെഡ്റൂമുകളുടെ സ്പേസും ബെഡ്റൂമുകളുമാണ് നമുക്ക് കാണേണ്ടത്. ഈ വീട്ടിൽ മൊത്തം 3 ബെഡ്റൂംസ് ആണുള്ളത്. 3 ബെഡ്റൂംസിനകത്ത് ഒരു ബെഡ്റൂം മാത്രം താഴത്തെ നിലയിലും ബാക്കിയുള്ള ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലുമായിട്ടാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഈ ഒരു ഭാഗത്താണ് ആദ്യത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം. നമ്മളുടെ TV യൂണിറ്റ് ഏരിയയുടെ ഭാഗം ഇപ്പുറത്തേക്ക് കവർ ചെയ്ത് മാറുമ്പോൾ ഇവിടെയും ആ ഒരു ഗ്രേ ടെക്സ്ചർ വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ആദ്യത്തെ ബെഡ്റൂമിന്റെ ഡോറിന് മുകളിലായിട്ടും അവിടെ നല്ലൊരു പെയിന്റ് വർക്ക്. സത്യത്തിൽ പെയിന്റിംഗ് വർക്ക് ഉള്ളത് അഡീഷണൽ വാങ്ങിച്ചു വെച്ചേക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട്.
അപ്പോൾ ഒരു മരത്തെ നോക്കിയിരിക്കുന്ന രണ്ട് സ്വർണ്ണ മാനുകളുടെ മറ്റുമൊക്കെ പടമാണ്. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂമിനുള്ളിലേക്ക് കാണാം. ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം വലിപ്പം നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും നീളവും വീതിയും ഒക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നീളത്തിന്റെ കാര്യം നോക്കിയാൽ ഏകദേശം 14.2 അടിയാണ് നീളം വരുന്നത്. വീതിയുടെ കാര്യം നമുക്ക് നോക്കാം. 9.93 അടിയാണ്. 140.99 സ്ക്വയർ ഫീറ്റ് ആണ്. 140.99 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 13.098 13.098 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. ബെഡ്റൂമിൽ രണ്ട് ഭിത്തികളിലും ജനാലകൾ നമുക്ക് കാണാം. 3 പാളികളുടെയും 2 പാളികളുടെയും ജനാലകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ജനാലയ്ക്ക് മുകളിൽ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ പടികളെല്ലാം പുറകിലത്തെ ജനലായും കൂടി സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ കർട്ടൻസ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സൈഡിലായിട്ട് വാർഡ്രോബിനെ കൊടുത്തിരിക്കുന്നു. വാർഡ്രോബ് നമുക്ക് മൂവ് ചെയ്യാവുന്ന തരത്തിലുള്ള വാർഡ്രോബിനെയാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്, ഫിക്സർ അല്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം MDF വെച്ച് തന്നെയാണ് ഈ ഒരു വാർഡ്രോബിനെ ചെയ്തേക്കുന്നത്. 2 ഡോറുകൾ വെച്ചിട്ടുള്ള വാർഡ്രോബാണ്. ഒരു ഡോറിനകത്ത് മിററിനെ കൊടുത്തിരിക്കുന്നു. ഇനി ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും ഒരു ഐവറി കളർ ആണെങ്കിൽ മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ഭിത്തിയിൽ ഒരു ഗ്രേ കളറിനെ ഉപയോഗിച്ച് ചെറിയൊരു ഡിസൈൻ വർക്കൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് നല്ല രസമുണ്ട്. അത് മുഴുവൻ കൊടുക്കാതെ ഒരു കുറച്ച് പോർഷൻ മാത്രം കൊടുത്തുകൊണ്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് അതിനെ ഒതുക്കിയിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇനി നമുക്ക് ബെഡ് സ്പേസ് വേണമെങ്കിൽ ഇങ്ങനെയായിട്ട് വേണമെങ്കിൽ നമുക്ക് ബെഡ് സ്പേസ് ഇടാനായിട്ട് പറ്റും. ബെഡ് സ്വിച്ചിന്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ് സ്വിച്ചിന്റെ സ്ഥാനം വരുന്നത്. എങ്ങനെയൊക്കെ പോയാലും നമുക്ക് വലിയൊരു ഫാമിലി കൂട്ടുകെട്ടിൽ തന്നെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള സ്ഥല സൗകര്യം ഈ ഒരു ബെഡ്റൂമിനുള്ളിലായിട്ട് നമുക്ക് കിട്ടുന്നു. ഫ്ലോറിംഗിന്റെ ടൈലുകൾ നേരത്തെ ലിവിംഗിലും ഡൈനിങ്ങിലും കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സീലിംഗിലേക്ക് നോക്കാം. വളരെ മനോഹരമായിട്ട് ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും എല്ലാം വാം കളറിലുള്ള ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഒരു സീലിംഗ് ഫാനും കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. PVC ഡോസ് ആണ് ബാത്റൂമിന് വരുന്നത്. നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. അപ്പോൾ ഒരുപാട് വലുതൊന്നും ബാത്റൂം ആവശ്യപ്പെടുന്നില്ല, പക്ഷെ ആവശ്യത്തിന് സ്പേസ് ഉള്ള ഒരു ചെറിയ ബാത്റൂമാണ് കേട്ടോ. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ സെറയുടെ ക്ലോസറ്റ് സെറ്റ് ആണ്. ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ പോളാറിന്റെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. തൊട്ട് ചേർന്ന് തന്നെ ഹീറ്റിനുള്ള പോയിന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബാത്ത് ഏരിയയിലേക്ക് നോക്കിയാൽ അത്യാവശ്യം വലുത്, ഒരുപാട് വലുതെന്ന് പറയില്ല, ചെറിയൊരു റെയിൻ ഷവറിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതെല്ലാം ജാഗ്വറിന്റെ ആണ് ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത്. ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ് ഇങ്ങനെ അറ്റത്തായിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. സെറയുടെയാണ് ഈ ഒരു വാഷ് ബേസിൻ വരുന്നത്. നേരെ മുകളിലായിട്ട് മിററും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റും കൊടുത്തിരിക്കുന്നതാണ്. വലിയ ടൈലുകളാണ് ഈ ഒരു ബാത്റൂമിന്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ താഴത്തെ നില പൂർണ്ണമായിട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് കയറേണ്ടത്. അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് കയറുമ്പോൾ ആദ്യം പറയേണ്ടത് ഇവിടെ ഈ ഒരു സ്റ്റെയറിന്റെ ഡിസൈൻ നോക്കിയേ. സാധാരണ നമ്മൾ വിൽക്കാനുള്ള വീടുകൾ കൂടുതലും കാണുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബുകളും മറ്റുമൊക്കെയാണ് ഈ ഒരു പടികൾക്ക് കാണുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, തടിയും കൊണ്ടും അതുപോലെ ഗ്ലാസ് കൊണ്ട് ഇത് ചെയ്യുന്ന അത്യാവശ്യം എക്സ്പെൻസീവായ പരിപാടിയാണ്. അതുകൊണ്ടാണ് പല ബിൽഡേഴ്സും ഈ ഒരു പരിപാടി ചെയ്യാത്തത്. പക്ഷെ ഇവിടെ എന്തായാലും ആ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആണ് ഈ ഒരു കൈവരി. എന്തായാലും അറിയാവുന്ന ഈ അത്യാവശ്യം വീട് പണിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും അത്തരത്തിലുള്ള വളരെ ഭംഗിയുള്ള ഒരു കൈവരി ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഇവിടെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റെയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്റ്റെയറിന്റെ എല്ലാ പടികളുടെ അടിയിലൂടെയും ഒരു വൈറ്റ് ലൈൻസ് പോയേക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ അത് ലൈറ്റുകളാണ്, സ്ട്രിപ്പ് ലൈറ്റുകളാണ്. ഇപ്പോൾ റീൽസിലും മറ്റുമൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ഡിസൈൻ. നമ്മളിപ്പം നടന്ന് കയറുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് നടന്ന് കയറുകയാണ്, പടി കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് പതിയെ തെളിഞ്ഞു തുടങ്ങും. ഇനി ഇതിങ്ങനെ തെളിഞ്ഞ് മുകളിലേക്ക് നമ്മൾ നടന്നു കയറുന്നതനുസരിച്ച് ഇതിങ്ങനെ മുകളിലേക്ക് തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊന്നും വിൽക്കുന്ന വീടുകളിൽ അധികം ആരും ചെയ്യാറില്ലാത്ത ഒരു കാര്യമാണ്. സാധാരണ അവനവന്റെ ഓൺ പർപ്പസിന് വേണ്ടി പണിയുന്ന സമയത്തായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കറണ്ട് ചാർജ് ഫുള്ള് തീർന്നു പോകില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ. പക്ഷെ ഇല്ല, തന്നെത്താനത് ഒരു എത്ര സെക്കൻഡ് കഴിയുമ്പോൾ തന്നെത്താൻ ഇത് ഓഫ് ആയി തുടങ്ങുകയും ചെയ്യും. അതെ, ഇപ്പൊ ഇത് ഓഫ് ആയി തുടങ്ങി. ഇപ്പൊ എന്റെ മൂവ്മെന്റ് ഒന്നുമില്ല, അതുകൊണ്ട് സംഗതി ഓഫ് ആയി തുടങ്ങി. ഇത് തിരിച്ചു കയറുന്ന സമയത്ത് വീണ്ടും കത്തുമായിരിക്കും. എന്തായാലും നോക്കാം. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. വീണ്ടും അണഞ്ഞ് ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പടിയിലാണെന്ന് തോന്നുന്നു അതിന്റെ ഒരു സെൻസർ വരുന്നത്. ആദ്യത്തെ പടിയിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിങ്ങനെ കയറി കത്തിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു 2 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി സ്റ്റെയർ കയറി ആദ്യത്തെ ലാൻഡിങ്ങിൽ എത്തിക്കുമ്പോൾ ഇവിടെയായിട്ട് ഒരു ഗ്രീൻ കളർ കോംബോ, ഒരു ചെസ് ബോർഡിന്റെ ഒക്കെ ഒരു ഡിസൈനിൽ ഇവിടെയായിട്ട് ഒരു പെയിന്റ് വർക്ക്, ഈ ഒരു റോയൽ പെയിന്റ് വർക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ല അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു ഡിസൈൻ പെയിന്റ് വർക്ക് ഇവിടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും.
സ്റ്റെയർ കയറി നമ്മൾ ചെറിയൊരു ലിവിങ് സ്പേസ് അങ്ങനെ പറയില്ല, വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി ഏരിയ ഒക്കെ ആക്കാവുന്ന തരത്തിലുള്ള ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു. അങ്ങനെ ഒരു ലോബി സ്പേസ് പോലെ സ്റ്റഡി ഏരിയ ഒക്കെ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസിലേക്ക് നമ്മൾ വരുന്നു. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി സ്പേസിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് രണ്ട് ഡോറുകൾ, രണ്ട് ബെഡ്റൂമിലേക്കുള്ള ഡോറുകളാണ്. ഇവിടെയായിട്ട് ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ഒരു ജനാല, രണ്ട് പാളികളുടെ ജനാല അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് വരെയും കർട്ടൻസ് ഇട്ടിട്ടുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ രണ്ട് പാളികളുടെ ഒരു ജനാല കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഫ്ലോറിലെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സെയിം ഡിസൈൻ ടൈലുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി നേരെ സീലിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ടും സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനകത്തൊക്കെ നോക്കിയാൽ സീലിംഗ് ഫാനും അതേപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ഭരണിയൊക്കെ തിരിച്ചു വെച്ചേക്കുന്ന ഡിസൈനുള്ള ഹാങ്ങിങ് ലൈറ്റുകളാണ്. എന്തായാലും സംഗതി രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള ലൈറ്റുകൾ വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് കയറാം. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് ഈ ഒരു ഡോർ തുറന്ന് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. താഴത്ത് നമ്മൾ കണ്ട ബെഡ്റൂമിന്റെ ഓൾമോസ്റ്റ് അതേ ഒരു വലിപ്പമൊക്കെ കാഴ്ചയിൽ തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും നീളവും വീതിയും ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ നീളത്തിന്റെ കാര്യം പറഞ്ഞാൽ 14.41 ഏകദേശം അത്രയൊക്കെ തന്നെ വരുന്നുണ്ട്. വീതിയുടെ കാര്യം നമുക്ക് നോക്കാം, 10.2 കുറച്ച് കൂടുതലാണ്, 148.04. താഴത്തെ 140 ഉണ്ടായിരുന്നുള്ളൂ, ഇത് എന്തായാലും 148.08 ഉണ്ട്. അപ്പോൾ സ്ക്വയർ ഫീറ്റ് ആണ്, മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 13.753 13.753 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിലെ വലുപ്പം. രണ്ട് ഭിത്തികളിലും ജനാലയുണ്ട്, 3 പാളികളുടെ ജനാലയാണ്. ജനാലകൾ കർട്ടൻസ് ഇട്ട് മറച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ബെഡ് സ്വിച്ചിന്റെ സ്ഥാനം, ബെഡ് സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെയായിട്ടായിരിക്കും ബെഡ് സ്പേസ് വരിക. ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ താഴത്ത് നമ്മൾ കണ്ട പോലെ തന്നെ ഒറ്റ കളറല്ല, ഇതൊരു വെറൈറ്റിയാണ്. യെല്ലോയും ചേർത്ത് ഗ്രേയുടെ രണ്ട് കളർ കോമ്പോ ഇവിടെ ചേർത്ത് ചെയ്തിരിക്കുന്ന ഡിസൈൻ വർക്കാണ്. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ പാറ്റേൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു കളർ കോമ്പിനേഷൻ പോകുന്നത്. ഇനി ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമ്മളുടെ വാർഡ്രോബിന്റെ സ്ഥാനം, താഴത്ത് നമ്മൾ കണ്ട സെയിം വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സെയിം ഡിസൈൻ തന്നെ രണ്ട് ഡോറുകൾ ഉള്ളത്. ഫ്ലോറിംഗിന്റെ ടൈലുകളെല്ലാം സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഫ്ലോറിംഗിന് ഉപയോഗിച്ചിരിക്കുന്നത്. സീലിംഗിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളർ കോമ്പിനേഷൻ അതിനകത്ത് കൊടുത്തത്, വൈറ്റ് ആൻഡ് ഓറഞ്ച് കളർ കോമ്പിനേഷൻ നമുക്ക് കൊടുത്തേക്കുന്നത് കാണാനായിട്ട്. പോളാറിന്റെ സീലിംഗ് ഫാൻ ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് ആ ഒരു സീലിംഗ് വർക്ക് കാണാനായിട്ട്. വാം കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളാണ് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. ഇപ്പോൾ PVC ഡോസ് ആണ് ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. താഴത്തെ ബാത്റൂം ചെറുതാണ്, അല്ലെ ചെറുതായി പോയി എന്നുള്ള പരിഭവം ഉണ്ടെങ്കിൽ ഈ ബാത്റൂം അങ്ങനെയല്ല, ഈ ബാത്റൂം അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതൊരു നീളൻ ബാത്റൂം ആണ്. ഇവിടെ ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരിക. സെറയുടെ ക്ലോസറ്റ് സെറ്റ് ആണ്, ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിരിക്കുന്നു. ഏറ്റവും മുകളിലായിട്ട് ഗ്രീൻ ഷെഫിന്റെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതിനോട് ചേർന്ന് തന്നെ ഹീറ്ററിനുള്ള പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. സെൻട്രലായിട്ടാണ് ബാത്ത് ഏരിയ, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെറിയ റെയിൻ ഷവറിനെ കൊടുത്തിരിക്കുന്നു. ജാഗ്വറിന്റെയാണ് ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത്. അതേപോലെ തന്നെ വലിയ ടൈലുകളാണ് മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാത്റൂമിനകത്ത് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് പോർഷനായിട്ട് ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ വരിക. സെറയുടെ വാഷ് ബേസിൻ ആണ് വരുന്നത്. നേരെ മുകളിലായിട്ട് മിററും LED ലൈറ്റിനെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് പോകേണ്ടത് മൂന്നാമത്തതും അവസാനത്തേതുമായ ശേഷിക്കുന്ന ആ ഒരു ബെഡ്റൂമിനെയാണ് നമുക്കിനി കാണേണ്ടത്. ആ ബെഡ്റൂമിലേക്ക് ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് വരാം. അതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ DBയുടെ സ്ഥാനം വരുന്നത്, ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോർ തുറന്നുകൊണ്ട് മൂന്നാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ ആദ്യം കണ്ട ബെഡ്റൂമുകൾ എന്തായാലും 140+ഉം ആയിരുന്നെങ്കിൽ ഇത് അത്രയും ഉണ്ടാവും തോന്നുന്നില്ല വലുപ്പത്തിൽ. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ ഏകദേശം 10.23 അടിയാണ് വരുന്നത് വീതി വരുന്നത്. നീളത്തിന്റെ കാര്യം നോക്കിയാൽ 10.79 110.42 സ്ക്വയർ ഫീറ്റ് ആണ്. 110.48 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10.258 മീറ്റർ സ്ക്വയർ, 10.258 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് 2 പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ കർട്ടൻസ് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെയായിട്ട് നല്ലൊരു പെയിന്റിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. നല്ല രസമുള്ള ഒരു ഇലകളൊക്കെ ഉള്ള, അതായത് നമ്മുടെ ഓലയുടെ ഡിസൈനുള്ള ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ടാണ് നമ്മുടെ വാർഡ്രോബിന്റെ സ്ഥാനം. സെയിം നേരത്തെ നമ്മൾ കണ്ട അതേ വാർഡ്രോബ് തന്നെയാണ്. ഫ്ലോറിംഗിന്റെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഇനി സീലിംഗിലേക്ക് നോക്കിയാൽ സിമ്പിൾ സീലിംഗ് വർക്കാണ്. അപ്പോൾ ആ ഒരു ഗ്രീൻ കളറിനെ വെച്ചിട്ടാണ് ഇതിനെ ആ ഒരു തീം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെയും പോളാറിന്റെ ആ ഒരു സീലിംഗ് ഫാനിനെ ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. PVC ഡോസ് ആണ് ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ മുകളിലത്തെ 2 ബാത്റൂമുകളും നല്ല വലിയ ബാത്റൂമുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വലുപ്പമുണ്ട്. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ, സെറയുടെ ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ ഗ്രീൻ ഷെഫിറ്റ് നൽകിയിരിക്കുന്നു. തൊട്ട് ചേർന്ന് തന്നെ ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സെയിം മധ്യത്തായിട്ട് തന്നെയാണ് നമ്മുടെ റെയിൻ ഷവറിന്റെ സ്ഥാനം വരുന്നത്. ജാഗ്വറിന്റെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇനി അറ്റത്തായിട്ട് തന്നെ നമ്മുടെ വാഷ് ബേസിൻ വരുന്നുണ്ട്. സെറയുടെ ബേസിൻ ആണ്.
നേരെ മുകളിലായിട്ട് മിററും LED ലൈറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ബാൽക്കണി സ്പേസിലേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഈ ഒരു കൈവരികൾ വന്ന് അവസാനിക്കുന്ന ഈ ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈ വീടിന്റെ ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങാം. ബാൽക്കണി ഒരുപാട് വലിയ ബാൽക്കണി ആണെന്ന് അവകാശപ്പെടുന്നില്ല. ഏകദേശം നമ്മളുടെ സിറ്റ് ഔട്ടിൻ്റെയൊക്കെ അത്രയും ഒരു സ്പേസ് ബാൽക്കണിക്കുള്ളൂ. എന്തായാലും ബാൽക്കണി നല്ല രസമുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആ ഒരു ഷേപ്പിൽ L ഷേപ്പിന് തിരിച്ചു വെച്ച ഷേപ്പിൽ ഒരു ടെക്സ്ചർ വർക്ക് പോയത് വീടിന്റെ ഫ്രണ്ട് എലിവേഷനിൽ നിന്ന് ആ ഒരു ടെക്സ്ചർ വർക്ക് ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു പടി ഇവിടെ നോക്കിയ ഈ ഒരു കൈവരികൾ ഇവിടെ കട്ട വെച്ച് തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു പാടവും മറ്റുമൊക്കെയാണ്. ആ വ്യൂ നല്ല രസമുള്ള ഒരു വ്യൂ തന്നെയാണ്. അപ്പോൾ അത് ഈ ഒരു ബാൽക്കണിയുടെ ഹൈലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ബാൽക്കണിക്കുള്ളിലും ഒരു ചെറിയ സീലിംഗ് വർക്കൊക്കെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ നല്ലൊരു സീലിംഗ് വർക്ക് ഉണ്ട്. ഇനി നമുക്ക് നേരെ ആ ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇറങ്ങി ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് ഈ കാണുന്ന ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഇറങ്ങാം. പക്ഷേ യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഒരുപാട് അവകാശപ്പെടാനില്ല. ഒരു ചെറിയ സ്പേസ് മാത്രമാണ് ആ ഒരു യൂട്ടിലിറ്റി സ്പേസ്. അത് കറക്റ്റ് ഒരു സത്യം പറഞ്ഞാൽ ഒരു പാസേജ് സ്പേസ് മാത്രമാണ്. നമുക്ക് താഴത്ത് വേണമെങ്കിൽ ആ വർക്ക് ഏരിയയോട് ചേർന്ന് വേണമെങ്കിൽ നമുക്ക് ആ യൂട്ടിലിറ്റി സ്പേസ് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് ആ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി മുകളിലേക്ക് കയറുവാനായിട്ട് ഇവിടെ പടികൾ കൊടുത്തിരിക്കുന്നു. സാധാരണഗതിയിൽ സൺഷെയ്ഡിന് മുകളിലൂടെ സ്ക്വയർ ട്യൂബും മറ്റുമൊക്കെ വെച്ചുള്ള പടികളാണ് നമ്മൾ കാണാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കോൺക്രീറ്റ് വെച്ച് തന്നെയുള്ള എന്താ പറയുക പടികളെ കൊടുത്തിരിക്കുന്നു. കൈവരികൾ സ്ക്വയർ ട്യൂബും മറ്റും കാണാൻ പറ്റും. അപ്പോൾ സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് നമ്മളുടെ ഏരിയയാണ്. ടെറസിലേക്ക് മേഘയുടെ ഒരു 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ടാങ്കിനെ ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. തൊട്ട് ചേർന്ന് തന്നെ വീടൊക്കെ ഉള്ളത് നമുക്ക് കാണാം. തൊട്ടടുത്തായിട്ടൊക്കെ ഇഷ്ടംമാതിരി വീടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു വീട്. ഒട്ടും ഒഴിഞ്ഞ പ്രദേശമല്ല. ഇനി വേറെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉള്ള കാര്യം നേരത്തെ ആ ഒരു ബാൽക്കണിയിൽ നിന്ന് കണ്ട വ്യൂ തന്നെയാണ്. അതേപോലെ എന്ത് മനോഹരമായ വ്യൂ ആണ്. നോക്കിയാൽ നല്ല രസമുള്ള കാഴ്ചയാണ് ഈ ഒരു ടെറസിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു വീടിന്റെ വില എന്താണ്. വില പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു വീടിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓടിച്ചൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്ന കാര്യം ഈ ഒരു വീടിന്റെ NH66 അടുത്താണ് എന്നുള്ളതാണ്. ഏകദേശം 350 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് ഇനി അടുത്തൊരു 10 മിനിറ്റ് കൊണ്ടുള്ള ഡ്രൈവിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അവിടെ എത്താനായിട്ട് പറ്റും. ഈ വീടിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3.5 സെന്റിനകത്തായിട്ട് 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഒരു വീടാണ്. ഇവിടെ വലിയൊരു വാഹനം നമുക്ക് പാർക്ക് ചെയ്യാം. അത്യാവശ്യം ഇന്നോവ കണക്കെ സ്കോർപ്പിയോ കണക്കെ ഒരു വാഹനം എന്തായാലും പാർക്ക് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ MG കോമറ്റ് കണക്ക് ഒരു ചെറിയ ഇലക്ട്രിക് കാറോടെ വേണമെങ്കിൽ അത്ര സൈസിലുള്ള ഒരു വാഹനം കൂടെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആ ഒരു പാർക്കിങ്ങിന്റെ കാര്യം മറ്റുമൊക്കെ വരുന്നത്. ഇനി നിങ്ങൾ ലോൺ എടുക്കുകയാണ് ഈ ഒരു പ്രോപ്പർട്ടിന്മേൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 15 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രൈസ് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, അല്ലെങ്കിൽ തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കട്ടെ, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വിലയിലേക്ക് വരാം. ഈ വീടിന് അവർ ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ലോണിന് അസിസ്റ്റ് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ഡീലുകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.